ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ലൈഫ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ഹോൾ വീഡിയോ ആണ്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നും മീഷോയിൽ നിന്നും 2-3 പ്രോഡക്റ്റ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ഹോൾ വീഡിയോ എടുക്കാമെന്ന് കരുതി. നമുക്ക് ടൈം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് വാങ്ങിയ പ്രോഡക്റ്റ് വന്നിട്ട് മീഷോയിൽ നിന്നാണ്. ഇതാണ് നമ്മളുടെ പ്രോഡക്റ്റ്. ഇത് വന്നിട്ടൊരു വൈറ്റ് ഫർ ക്ലോത്താണ്. ഞാൻ കാണിച്ചു തരാം ഫുള്ളായിട്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്താണ്. നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. നല്ല നീളവും വീതിയൊക്കെ ഉണ്ട് ഇതിന്. ഞാനിത് മെയിൻലി വാങ്ങിയത് തന്നെ ഞാൻ ഈ യൂട്യൂബിങ്ങിൻ്റെ കൂടെ തന്നെ കേക്ക് മേക്കിംഗ് ഒക്കെ ഉണ്ട്. ഞാനൊരു ചെറിയൊരു ഹോം ബേക്കർ കൂടിയാണ്. കേക്ക് മേക്കിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. മിക്കവാറും ഞാൻ ഈ കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് വെച്ച് ഫോട്ടോ എടുക്കാറാണ് പതിവ്. അപ്പോൾ ഞാൻ കരുതി എന്തായാലും ഒരു ബാക്ക്ഗ്രൗണ്ട് എനിക്ക് അത്യാവശ്യമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതുപോലെ എന്തെങ്കിലും ഒരു ക്ലോത്ത് ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും എന്ന് കരുതി. അങ്ങനെ ഫ്ലിപ്കാർട്ടിലും മീഷോയിലും ഒക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കിയതിൽ എനിക്ക് അഫോർഡബിൾ റേഞ്ചിൽ കിട്ടിയത് മീഷോ എന്നുള്ള ഈ ഫർ ക്ലോത്താണ്. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ഇത് നല്ല വലിപ്പമുണ്ട്. ഇതിൽ നീളം വന്നിട്ട് 40 ഇഞ്ചുണ്ട്, വീതി വന്നിട്ട് 60 ഇഞ്ചസ് ഉണ്ട്. ഇതിന് ഒട്ടും വെയിറ്റ് ഇല്ല, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഏകദേശം ഒരു 500 ഗ്രാംസിൻ്റെ അകത്തേ ഉള്ളൂ, അത്രയ്ക്ക് വെയിറ്റ് കുറവാണ്. അപ്പോൾ നമുക്കിത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഫോട്ടോഷൂട്ട്സിന്, ബേബി ഫോട്ടോഷൂട്ട്സിനൊക്കെ യൂസ് ചെയ്യാൻ നല്ല രസമായിരിക്കും. ഇതുപോലെ എന്തെങ്കിലും പ്രോഡക്ട്സിൻ്റെയൊക്കെ ഫോട്ടോഷൂട്ട്സിന് ഇങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഈ ഫർ ക്ലോത്ത് നല്ല യൂസ്ഫുള്ളാണ്. ഞാനിത് മീഷോയിൽ നിന്നാണ് വാങ്ങിയത്. എനിക്കിത് കിട്ടിയത് 184 റുപ്പീസിനാണ്. ഇനി അപ്പോൾ ഞാൻ ഇടുന്ന കേക്കിൻ്റെയൊക്കെ ഫോട്ടോസ് ഇതിൽ വെച്ചിട്ടായിരിക്കും ഫോട്ടോസൊക്കെ ഇടുന്നത്. അപാടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നന്നായിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യണം. അഴുക്കൊക്കെ ആയാൽ പിന്നെ ഭയങ്കര ബോറായിരിക്കും. ചെറിയൊരു അഴുക്കൊക്കെ വന്നാൽ തന്നെ നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്യാതെ വൈറ്റ് കളറും കൂടെ അല്ലേ, അപ്പോൾ പെട്ടെന്ന് ഇല്ലാതായിപ്പോവും. അത് മാത്രമേ ഉള്ള പ്രശ്നം, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എനിക്ക് എന്തായാലും ഈ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടു. 184 റുപ്പീസിന് നല്ല വർത്താണ്. അടുത്ത ഞാൻ വാങ്ങിയ പ്രോഡക്റ്റും വന്നിട്ട് മീഷോന്ന് തന്നെയാണ്. അപ്പോൾ പ്രോഡക്റ്റ് എന്താണെന്ന് നോക്കാം. ഞാൻ ഓൾറെഡി ഇത് പൊട്ടിച്ചതാണ്. കാരണം റിട്ടേൺ ഡേറ്റ് കഴിഞ്ഞു പോയാൽ പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് റിട്ടേൺ ആക്കാൻ പറ്റില്ലല്ലോ. വാങ്ങിച്ച് വെച്ചിട്ട് തന്നെ ഒരാഴ്ച കൂടുതലായി. ഇപ്പോൾ ടൈം കിട്ടിയത് കാരണമാണ് ഇതിൻ്റെ വീഡിയോ എടുക്കാമെന്ന് കരുതിയത്. അപ്പോൾ ഞാൻ അടുത്ത വാങ്ങിയത് ഒരു ലോണ്ട്രി ബാസ്ക്കറ്റാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ലോണ്ട്രി ബാസ്ക്കറ്റ്. നോക്കി നോക്കാം എങ്ങനെയാണെന്ന്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. ഇവിടെ നമുക്കിങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കാം. നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരെണ്ണം ഉണ്ടായിരുന്നു. അത് യൂസ് ചെയ്ത് മൊത്തം നാശമായി. പിന്നെ കുറേ നാളിന് ശേഷമാണ് ഈ ഒരു സാധനം വാങ്ങിയത്. എന്തായാലും നല്ല കട്ടിയുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല സ്പേസും ഉണ്ട്. ഇത് നമുക്കിപ്പം അത്യാവശ്യം ഇല്ലെങ്കിൽ പോലും നമുക്കിത് പെട്ടെന്ന് എടുത്ത് ചുരുട്ടി മടക്കിയെടുത്തത് ഇങ്ങനെ അങ്ങ് വെക്കാം. ഞാനെടുത്തത് വന്നിട്ട് ഈ ബ്ലാക്ക് ആൻഡ് ആഷ് കോമ്പിനേഷനാണ്. ഇതല്ലാതെ തന്നെ ബ്ലൂ ആൻഡ് ആഷ് ഉണ്ട്. ഒരുപാട് കളർ കോമ്പോസ് ഉണ്ട് കേട്ടോ. എനിക്ക് കണ്ടപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ എടുത്ത കുട്ടികളൊക്കെ ഇല്ലേ, പിള്ളേരുടെ ടോയ്സ് അങ്ങനത്തെ സാധനങ്ങളെല്ലാം നമുക്ക് എടുത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു ബോക്സും കൂടിയാണ്. ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന നല്ല കപ്പാസിറ്റിയും ഉണ്ട്, ആവശ്യത്തിനുള്ള ഹൈറ്റും എല്ലാം ഉണ്ട്. എനിക്കെന്തായാലും ഇത് ഇഷ്ടപ്പെട്ടു. എനിക്ക് മീഷോയിൽ നിന്ന് ഓഫർ പ്രൈസിൽ കിട്ടിയത് 208 റുപ്പീസിനാണ്. 200 രൂപയ്ക്ക് എന്തായാലും വർത്താണ്. ലാസ്റ്റ് വാങ്ങിയ പ്രോഡക്റ്റ് വന്നിട്ട് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ഞാൻ ഇത് വാങ്ങിയത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. അപ്പോൾ പ്രോഡക്റ്റ് എന്താണെന്ന് നോക്കാം. ഞാൻ കുറേ നാളായിട്ട് വാങ്ങണമെന്ന് പറഞ്ഞിട്ടിരുന്ന ഒരു സംഭവമാണ് ഇത്. ഇത് വന്നിട്ട് ടെക്നോഫില്ലിൻ്റെ Q08ൻ്റെ ഗിംപലാണ്. കുറേ നാളായിട്ട് ഞാൻ പറഞ്ഞില്ലേ വാങ്ങണമെന്ന് പറഞ്ഞിരുന്നതാണ്. നമുക്ക് വ്ളോഗൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഉപകാരമായിരിക്കും. ക്യാമറ നന്നായിട്ട് സ്റ്റെബിലൈസ് ചെയ്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും. അപ്പം നമുക്ക് പ്രോഡക്റ്റ് നോക്കാം. പാക്കേജിംഗ് ഒക്കെ നല്ല പാക്കേജിംഗ് ആണ്.
ഇത് വന്നിട്ട് അതിൻ്റെ ഡേറ്റ കേബിളുണ്ട്. ഇതാണ് നമ്മളുടെ ഗിംപൽ. അതിനെങ്ങനെയാണെന്ന് നമ്മൾ ഓപ്പറേറ്റ് ചെയ്ത് നോക്കിയിട്ടില്ല ഇതുവരെ. അപ്പോൾ എന്തായാലും ഇത് നോക്കിയിട്ട് ഇതിൻ്റെ റിവ്യൂ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ഞാൻ എന്തായാലും ഇടാമേ. കളർ വന്നിട്ട് ബ്ലാക്കാണ്. ഞാനെടുത്തതായി ബ്ലാക്ക് മെറ്റാലിക് ഷെയ്ഡിൻ്റെയാണ് ഈ കളർ വന്നേക്കുന്നത്. ഇത് നമുക്ക് ഓണാക്കി നമ്മളുടെ ഫോണുമായിട്ട് ബ്ലൂടൂത്ത് പെയർ ചെയ്ത് കണക്ട് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ അകത്ത് തന്നെ അതാ റിമോട്ടൊക്കെ ഉണ്ട്. നമുക്കിത് ഹാൻഡ് ഹെൽഡായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഫോട്ടോസൊക്കെ അല്ലാതെ തന്നെ ഇവിടെ ഫോണിൽ പ്രസ് ചെയ്യാതെ തന്നെ ഇതാ ക്ലിക്ക് ചെയ്ത് ഫോട്ടോസോ വീഡിയോസോ എങ്ങനെയാണെന്ന് വെച്ചാൽ എടുക്കാം. ഇതിപ്പോൾ ഫോണിൽ ഞാൻ അല്ലാതെ വീഡിയോ എടുക്കുന്ന കാരണം ഫോൺ വെച്ചിട്ട് കാണിച്ചു തരാൻ പറ്റത്തില്ല. ഈ സംഭവം നമുക്ക് മെയിൻലി നമുക്ക് വ്ളോഗ് എടുക്കാൻ വേണ്ടി ഫോൺ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫോൺ നന്നായിട്ട് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. 360 ഡിഗ്രി നമുക്ക് ഫോണ് റൊട്ടേറ്റ് ചെയ്യാനും പറ്റും കേട്ടോ. ഇതിൽ മൊബൈൽ മാത്രമല്ല നമുക്ക് ക്യാമറയും പ്ലേസ് ചെയ്തിട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നതാണ്. ഇതിൽ വന്നിട്ട് പവർഫുൾ ഹൈ പ്രെസിഷൻ മോട്ടോർ കൺട്രോളും യുണീക്ക് ആൻറ്റി ഷേക്ക് സ്റ്റെബിലൈസേഷനും ഓട്ടോ ബാലൻസ് ടെക്നോളജി ഉള്ളത് കാരണം ഫോൺ ഇതിനകത്ത് നല്ല സ്റ്റേബിളായിട്ടിരിക്കും. നന്നായിട്ട് സ്റ്റെബിലൈസ് ചെയ്ത് നമുക്ക് വീഡിയോസും ഫോട്ടോസും എല്ലാം എടുക്കാൻ പറ്റും. നമ്മുടെ ലൈവ് വീഡിയോസും വ്ളോഗിങ് ഒക്കെ ചെയ്യുന്നവർക്ക് ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണിത്. ഇവിടുത്തെ വയർലെസ് റിമോട്ട് ഉള്ളത് കാരണം നമുക്കൊരു 25 to 30 ഫീറ്റ് വരെ ഡിസ്റ്റൻസിലിരുന്നാലും നമുക്ക് നന്നായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമേ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് നമുക്കതാ സെൽഫി സ്റ്റിക്ക് പോലെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ബാക്കിലോട്ടിരിക്കുക അപ്പോൾ കാണാൻ പറ്റും. ഇത് നമുക്കതാ സെൽഫി സ്റ്റിക്ക് പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനിയും നമുക്ക് ഹൈറ്റിലാക്കാൻ പറ്റും. പിന്നെ വന്നിട്ട് ഇത് നമുക്ക് ട്രൈപോഡായിട്ട് യൂസ് ചെയ്യാം. ഇതിനെ ഇങ്ങനെ വെച്ചാൽ ജസ്റ്റ് ക്യാമറയോ ഇത് വെച്ചാൽ നമുക്ക് അതായത് ട്രൈപോഡ് പോലെ ഇങ്ങനെ സെറ്റാക്കാൻ പറ്റും. ഇതിപ്പോൾ നല്ല ഓഫറിൽ കിട്ടിയത് കാരണമാണ് ഇപ്പം എനിക്കിത് വാങ്ങാൻ പറ്റിയതും. ഇത് ഞാൻ നോക്കിക്കൊണ്ടിരുന്ന ടൈമിലൊക്കെ 10,000 അടുപ്പിച്ചായിരുന്നു റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ ഞാൻ എടുത്തപ്പോഴത്തേക്ക് എൻ്റെ റേറ്റ് വന്നിട്ട് 1320 ആണ്. നല്ല വിലക്കുറവിലാണ് എനിക്കിപ്പോൾ ഇത് കിട്ടിയത്. ഇതിൻ്റെ ലോഡിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 3 kg വരെയാണ്. അപ്പോൾ നമ്മൾ ക്യാമറയൊക്കെ 3 kgക്കകത്തുള്ളതൊക്കെ നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. ഓട്ടോമാറ്റിക്കലി നമുക്കിതിപ്പോൾ പോർട്രേറ്റ് മോഡിലോട്ടും ആക്കാം, തിരിച്ച് അതേപോലെ തന്നെ ലാൻഡ്സ്കേപ്പ് മോഡിലോട്ടും ആക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ബാക്കിയുള്ള ഫീച്ചേഴ്സ് എല്ലാം ചേർത്തിട്ട് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം. ഞാൻ ചെയ്തില്ലെങ്കിലും ചിലപ്പോൾ ഹസ്ബൻഡായിരിക്കും കേട്ടോ ചെയ്യുന്നത്. ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പുള്ളിക്കാരനെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ചെയ്തില്ലെങ്കിൽ ഹസ്ബൻഡായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ സെപ്പറേറ്റ് ഒരു വീഡിയോ ഞാൻ എന്തായാലും ഇടാമേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കുറേ നാളായി നമ്മളൊരു ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. നമ്മുടെ ലോങ് വീഡിയോസിനൊക്കെ റീച്ച് കുറവാണ് കേട്ടോ. എല്ലാവരും ഒന്ന് കാണുകയൊക്കെ ചെയ്യണം. ഇപ്പം ലോങ് വീഡിയോ ആണെങ്കിലും ഷോർട്ട് വീഡിയോ ആണെങ്കിൽ പോലും ഒരുപാട് പേര് കാണുന്നുണ്ട്. പക്ഷേ കാണുന്നവരാരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. നമ്മുടെ YT സ്റ്റുഡിയോയിൽ കയറി നോക്കുമ്പോഴത്തേക്കും ആ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉള്ള ആളുകളാണ് കേട്ടോ കൂടുതലും കാണുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.